ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഒരുത്തം വന്നിട്ട് ഞങ്ങളുടെ ഉറക്കം കളഞ്ഞതാണ് ഗൈസ്. ഇത്രയും പേസ്റ്റ് ഒക്കെ എടുത്ത് ഒരാൾ പല്ലേക്കോ? ഹലോ ഗൈസ്, ഉറക്കം ശരിയായില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. ഇവർക്ക് പ്രാന്താണ് ഗൈസ്. ഇതാണ് ഇതിന്റെ ഓണർ. ഇതിന്റെ ചേച്ചിയോ? എല്ലാവരും ചോറുണ്ടാണ്. ഈ നശിച്ച മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ഡ്രസ്സാണ് വീലെടുക്കാൻ വന്നപ്പോ മഴ പെയ്തു. മഴ ഉണ്ടമ്പൂരിയും കൊടുത്തു. ഹൈ പറ. ആ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇപ്പൊ ഞാനുള്ളത് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് കേട്ടോ, അമൃതയുടെ വീട്ടിലാണ്. ചിലവർക്ക് ഈ വീട് കണ്ടാൽ മനസ്സിലാവും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് ഇവിടുത്തെ ഓരോ വീഡിയോസ്. അപ്പോൾ മാക്സിമം ഞാൻ ഇന്ന് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നതാണ് ഗൈസ്. ഇപ്പോൾ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. ഇനി പല്ല് തേക്കണം, ഫുഡ് കഴിക്കണം, പരിപാടികളുണ്ട്. അവിടെ കുറെ പേര് എണീറ്റ് കിടക്കുന്നൊക്കെ ഉണ്ട്. ഒരുത്തം വന്നിട്ട് ഞങ്ങളുടെ ഉറക്കം കളഞ്ഞതാണ് ഗൈസ്. അവനെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഇവിടെ വന്ന് ഉറക്കം കളഞ്ഞതാണ് ഞങ്ങളുടെ. ഒരാളിത് അവിടെ കിടക്കുന്നത്. പല്ല് തേക്കാൻ വേണ്ടി പേസ്റ്റ് ഒരാൾ എടുത്ത് തന്നിരിക്കുന്നത്. ഇത്രയും പേസ്റ്റ് ഒക്കെ എടുത്ത് ഒരാൾ പല്ലേക്കോ? അത് ആര്യമോള് കുളിയും തേവാരൊക്കെ കഴിഞ്ഞിട്ടാ ജോലിക്ക് പോകാൻ റെഡിയായി. ഇപ്പൊ നമ്മള് കേറി ചെല്ലുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിക്കുട്ടൻ എന്താ റംബൂട്ടാൻ പറിക്കുന്നുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിട്ടാണ്. അത് അതിന്റെ ഇടയിൽ നമുക്ക് പല്ലും കൂടെ തേക്കാം. ഹലോ ഗൈസ്, എടാ പഴുത്തത് പൊട്ടിക്ക്. ആരുടെ എല്ലാം കഴിഞ്ഞില്ലേ? അതെ, കുട്ടി ജോലിക്ക് പോവാണ്. ഇവിടെ ഓരോരുത്തരെ പല്ലേപ്പ് കഴിഞ്ഞിട്ടില്ല. ഇനി പല്ലയിച്ചിട്ട് വരാം ഗൈസ്. എന്താടാ പല്ലേക്കൂ? പല്ലയിക്കാൻ അതിന് ഇത്രയും ടേസ്റ്റ് ഒന്നും എനിക്ക് വേണ്ട. എന്റെ ഉറക്കം അങ്ങോട്ട് ശരിയായില്ലേ ഗൈസ്. ഒരാളുടെ പുതിയ ഐഫോണിന്റെ ഒക്കെ സൗണ്ട് കേട്ടിട്ടാ നമ്മൾ എണീക്കുന്നത് രാവിലെ തന്നെ. മൂന്നെണ്ണായിട്ട് നിക്കണത്. ഇനി ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പൊ ഞാൻ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് വരാം. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ അപ്പം ഉണ്ട്, സാമ്പാറ്, ചട്നി, പിന്നെ അവൾക്കുള്ള ചായ. ഞാൻ ചായ കുടിക്കില്ല. ഇതെല്ലാം ഉണ്ടാക്കി തന്നത് ശകുന്ത അമ്മയാണ്. പാവം സ്വീകരിച്ചിരിക്കുക. ഞങ്ങൾ എല്ലാരും കിടന്നുറങ്ങായിരുന്നു. അമ്മ കഴിച്ചോ? അച്ഛനോ? അച്ഛൻ കഴിച്ചിട്ടുണ്ട്. നിന്റെ ഡെയിലി വ്ളോഗ് അല്ലേ നീ ഇങ്ങോട്ട് നീങ്ങിയിട്ട്? പിന്നെ ഒന്നായിട്ടാ കുറച്ചല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നലെ അമ്പേച്ചി വന്നപ്പോ അമ്പേച്ചി പുളിയില്ല. പുളിയുള്ളത് ഇഷ്ടല്ല. പുളിയില്ല. ഇന്നലെ പുട്ട് കൊണ്ടുപോയി ദോശ വെച്ച് പൊളിച്ചിട്ട് കിടന്നോടണം പുരട്ടീന്ന്. ഇത് ഞാൻ അരച്ചിട്ട് ഇങ്ങനെ പുറത്ത് വെക്കില്ല, അപ്പൊ തന്നെ ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ പൊളിക്കില്ല. അല്ലെങ്കിൽ നേരം വെക്കോളം രണ്ടു കൂട്ടി കഴിക്കില്ല. ചട്നി മാത്രം സാമ്പാർ എടുത്ത്. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളം കുടിക്കാൻ. വെള്ളം രാവിലെ കുടിക്കാറുള്ളതാണ്, അത് ഞാൻ മറന്നു ഗൈസ്. വീട്ടിലാവുമ്പോ ഞാൻ കിടക്കുമ്പോ തന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ വെക്കും. അപ്പൊ അങ്ങനെ എടുത്ത് കുടിക്കുക ചെയ്യുക. ഇത് ഞാൻ കട്ടിലിന്റെ അടിയിലാണ് വെച്ചിരുന്നല്ല വെള്ളം. അപ്പൊ അത് രാവിലെ കുടിക്കാൻ മറന്നു. വെള്ളം കുടിക്കാം. ഞാൻ പിന്നെ വെള്ളം ഒത്തിരി കുടിക്കുന്നതാണ് കേട്ടോ. എനിക്ക് അവളുടെ വീട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് ഇവിടെ മൊത്തം കാണാൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ആരോ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മയും അമൃതയൊക്കെ അവിടെ സംസാരിക്കാൻ പോയിരിക്കാം.
ഇനിയിപ്പോ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് റീൽസ് ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോ പറ്റിയ റീൽസ് ഒക്കെ എടുക്കും. ഇനി നമ്മള് ഫ്രഷ് ആയിട്ട് ഷോപ്പിൽ പോവും, പിസ്സ ഡിസൈനിലേക്ക് പോകട്ടോ. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് ഇവരുടെ വീട് കാണിച്ചു തരാം ഗൈസ്. കണ്ടോ, ഫ്രണ്ടില് തന്നെ വലിയ ജാതിക്ക മരം, പിന്നെ ഇപ്പുറത്ത് ഒരു ജാതിക്ക ഉണ്ട്, ഇപ്പുറത്ത് ഒരു റംബൂട്ടാൻ, പിന്നെ ഇതാ വീട്. ഇവിടെ വീട് കാണുന്നില്ല ഗൈസ്. അതാ വീട്. എനിക്കിഷ്ടായി ഇവരുടെ വീട്. ഞങ്ങളിതാ കുളിച്ച് സുന്ദരിയായി. ഞാൻ സുന്ദരിയായി കേട്ടോ, അവള് സുന്ദരിയായില്ല. അവളൊന്നും ചെയ്തില്ല, അവള് സ്കിൻ കെയർ മാത്രമേ ചെയ്തുള്ളൂ. പാവം. ഞാൻ കണ്ണെഴുതി പൊട്ടുകുത്തി കുറിയൊക്കെ ഇട്ട് കമ്മലൊക്കെ ഇട്ട് ഞാൻ കല്യാണത്തിനാ വിചാരിക്കും. അപ്പൊ ഇനി നമ്മള് നമ്മുടെ ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ കുട്ടി വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. നടക്കാനുള്ള ദൂരമുള്ളൂ, പക്ഷെ നമ്മള് വണ്ടിയിലേ പോവുള്ളൂ. ഞാൻ അവരുടെ ഷോപ്പൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. എന്നാ ഞങ്ങളെ പോട്ടെ കേട്ടോ. കാലൊക്കെ സ്ഥലമില്ല. ഇവൾക്ക് പ്രാന്താണ് ഗൈസ്. നേരം വൈകി. അവിടെ നല്ല രസമുണ്ട്. അതിനെന്താ അതിന് ഇവൾക്ക് പ്രാന്താണ് ഗൈസ്. നേരം വൈകി എന്ന് പറഞ്ഞിട്ട് പറപ്പിക്കുക. അവരുടെ വർക്ക് യൂണിറ്റിൽ തൊഴിലാളികളുണ്ട്. ഇതാ ഒരു മാനേജറുണ്ട്. ഗീത ചേച്ചി വന്നില്ല. ഹലോ മാസ്റ്റർ, ഹായ്. കോഴിയാണോ? വ്ളോഗ്, ഡെയിലി വ്ളോഗ് ഏത് പറ. ഞാനിട്ട് അതിന്റെ ഓണർ ഇങ്ങനെ ഇരിക്കണമെന്നൊന്നും നോക്കണ്ട. വലിയ പുള്ളിയാ ഇത്, മാനേജർ. ഇത് നിന്നെന്താടി പറഞ്ഞിട്ടുണ്ടായിരുന്നു? സിഇഒയോ? സിഇഒ. ഞാൻ പിന്നെ ഇവിടെ കാര്യമല്ല. ഞാൻ ഇടയ്ക്ക് ഇവിടെ തൂത്തടയ്ക്കാൻ വരാറുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്നു. ഞാൻ അവിടെ ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. ഹായ് സജന ചേച്ചിയോ? ചേച്ചി പേര് പറഞ്ഞില്ലേ അല്ലേ? ഡെയിലി വ്ളോഗ്. ഹായ് പറ. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. നല്ല സൂപ്പർ ആയിട്ട് ചെയ്യണ്ടല്ലോ. ഇത് ബ്ലൗസാ? ഇവിടെ ഒരാൾ ചെയ്യുന്നു. നമ്മൾ ഉച്ച വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് നമ്മള് ഫുഡ് കഴിക്കാൻ പോകും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഉച്ചയ്ക്ക് പോയിട്ട് എനിക്ക് റീൽ എടുക്കണം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മൾ വീട്ടിലേക്ക് പോവാണ് ചോറ് കഴിക്കാൻ. നമ്മളെല്ലാരും നടന്നിട്ടാ പോണേ. ഒരാൾ മാത്രം. എല്ലാവരും ചോറുണ്ടാണ് ഗൈസ്. എനിക്ക് മാത്രം ചോറില്ല. അല്ല ശരിക്കും എന്തൊക്കെ ചോറ് തരാത്ത? എന്തൊക്കെയുണ്ട്? മോരുകറി ഉണ്ട്, ഉപ്പേരി ഉണ്ട്, അച്ചാറുണ്ട്, സാമ്പാറുണ്ട്, എന്തൊക്കെയുണ്ട്. നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. ഓരോരുത്തരുടെ ചോറ് അച്ഛനാണെങ്കിൽ തീർത്തു. ചേച്ചി രണ്ടാമത്തെ പ്ലേറ്റ്. ഹലോ ഗൈസ്, ഞാനൊരു റീൽ എടുക്കാൻ വേണ്ടി ഡാൻസ് ഒക്കെ പഠിച്ചു വെച്ചപ്പോ ഈ നശിച്ച മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. മൊത്തം കൂരിട്ട് ഇപ്പൊ ചാറാൻ തുടങ്ങി. ഇത് പെയ്യും. ഞങ്ങള് പോണ വരെ ഇവിടെ മഴ പെയ്ത്താവും. ഞാനൊരു റീൽസ് എടുക്കാൻ പോവാണ്. ഇത് അമൃതയുടെ ബ്രൈഡ്ഗ്രൂമിന്റെ ഡ്രസ്സാണ്. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇങ്ങനത്തെ മോഡേൺ ഡ്രസ് ഒക്കെ ഇടുന്നത് ഗൈസ്. ഞങ്ങള് റീൽ എടുക്കാൻ വന്നപ്പോ മഴ പെയ്തപ്പോ എന്തായാലും കയറിയത് ലിസ്റ്റ് ഞാൻ മഴ കൊണ്ട് ഗൈസ്. ഞാൻ ഇവളുടെ വീട്ടിൽ വന്നിട്ട് ഇപ്രാവശ്യത്തെ മഴ കൊള്ളണം. നാളെ ഞാൻ എണീറ്റില്ലേ എന്ന് എനിക്കറിയില്ല.
നല്ല രസമുണ്ട്. ഇവിടെ ആണെങ്കിൽ എല്ലാവരും നല്ല നല്ല ഫ്രെയിമുകളാ. അവിടെ അച്ഛൻ കൊറേ ജാതിക്ക നട്ടതുകൊണ്ട് നമുക്ക് നല്ല ഫ്രെയിമുകൾ ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. അമർത്ത് വരുന്നോ? നോ. നല്ല രസമുണ്ട്. അച്ഛൻ പുറത്തു പോയി വന്നപ്പോ നമുക്ക് പഴംപൊരിയും ഉണ്ടംപൊരിയും കൊടുന്നു. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതൊക്കെ എഡിറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച്. ഹലോ, ഞാൻ ഡാൻസ് കളിക്കുന്നത് കണ്ട. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കട്ടെ. ഓക്കെ, എഡിറ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. തലയൊക്കെ നനഞ്ഞ് മഴയത്ത് കളിച്ചിട്ട്. അപ്പൊ അവരൊക്കെ അവിടെ ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ അവിടേക്ക് പോവാണ്. കുറെ നേരമായി ഞാൻ അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യും. അപ്പൊ ഇനി അവിടെ പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട്, ഇന്ന് കുറച്ച് ലൈറ്റ് ആയിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടാവുള്ളൂ വീട്ടിലേക്ക്. എന്നിട്ട് ഞങ്ങള് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പോ അവിടെ പോയിട്ട് കാണാം. സമയം ഏകദേശം 9:30 അല്ലടാ ഇതാ. എന്താ വിശക്കണൂന്ന് പറഞ്ഞാൽ ഞാൻ തിന്നണത് മൊത്തം കഴിയും. ഞാൻ 7 മണി തൊട്ട് വിശക്കണു പറയണതാ. കുട്ടു മുറുക്ക് വന്നത് ഗൈസ്. അമൃത വീട്ടിൽ പോയി ഗൈസ്. കുഞ്ഞാവേ ഒരു ഹായ് പറ. ബായ് എന്നും കൂടെ പറഞ്ഞോ. പാവ ഓണറ് ഒരു ആത്മാർത്ഥത നോക്കണം നിങ്ങൾക്ക്. കട്ട് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് ഓണറ് തുനിഞ്ഞിറങ്ങി. തിരക്കായതുകൊണ്ട്. ഇതൊന്ന് പഠിപ്പിച്ചു തരൂ ശരിക്കും. അതിന് സമയം എവിടെന്നാ? സമയമില്ല ഗൈസ്. മാസ്റ്റർ സ്റ്റിച്ചിങ് തുടങ്ങിയോ? രാത്രിയിട്ട് നമ്മുടെ ഗൈസ് എന്തൊക്കെയാണ്? നമുക്ക് മോര് കറിയിട്ട് ഉച്ചത്തെ. അളിയനെ കാണിച്ചിട്ടേ ഇല്ല. അളിയൻ എപ്പോഴും വർക്കില്ല. ബിസി ലൈഫ്. ഇത് പോർക്കും ഇതല്ലേ, എന്താ പറയാ, കായ്. ഞങ്ങളുടെ അവിടെ ഒന്നും അങ്ങനെ കിട്ടില്ല. ഇവിടെ വന്ന എപ്പോഴും കിട്ടും. അപ്പൊ കൊറേ കഴിക്കാം. ഫുഡ് കഴിക്കാൻ വന്നോട്ടോ. ഇനി വീണ്ടും നമ്മൾ ഷോപ്പിലേക്ക് പോകും. ഞാൻ വരില്ല. അതാ നമ്മൾക്ക് ഇന്ന് ഡിന്നറിന് എന്തൊക്കെയുള്ളത് ഞാൻ കാണിച്ചു തരാം. ചോറുണ്ട്, മോരുകൂട്ടാൻ, പിന്നെ പോർക്കും കായും. ഇവിടെ കുട്ടുണ്ട്, ചേട്ടനുണ്ട്. ഹായ് പറ. അച്ഛൻ ഇരിക്കണോ, അതാ അമ്മ. അവനവിടെ TV ആണ്. അപ്പൊ ഗൈസ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. ഇനി സ്കിൻ കെയർ ചെയ്യണം, കിടന്നുറങ്ങണം, കുറച്ച് എഡിറ്റ് ചെയ്യാണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി സ്കിൻ കെയർ ചെയ്യട്ടെ. സ്കിൻ കെയറിൽ എന്താ, എൻ്റെ ഫേസ് വാഷ് ചെയ്യും, ടോണർ യൂസ് ചെയ്യും, പിന്നെ ഞാനൊരു സെറം യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ സ്കിൻ കെയറിൽ. ഞാൻ നൈറ്റ് സ്കിൻ കെയർ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് സ്കിൻ കെയർ കാണേണ്ടവർക്ക് അവിടെ പോയി കാണാം. അപ്പൊ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഡെയിലി വ്ളോഗിൽ വരുന്നത്. വേറെ പ്രത്യേകിച്ച് വീട്ടിലാവുമ്പോ വേറൊരു ടൈപ്പ് ആയിരിക്കും. ഇവിടെ ഇങ്ങനെയാണ്. വീട്ടിലാവുമ്പോ എനിക്ക് പണിയൊക്കെ എടുക്കണല്ലോ. ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഇരിപ്പ് തന്നെയായിരുന്നു. ഫുൾ എൻജോയ്മെന്റ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഗൈസ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.